മഴക്കാലം കഴിഞ്ഞതോടുകൂടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ദിവസവും രാവിലെയും വൈകുന്നേരവും ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയായി ഇപ്പോൾ. റോഡിലെ പൊടിയെല്ലാം കൃത്യമായിട്ട് പറന്നിങ്ങ് എത്തിക്കോളും. കഴിഞ്ഞ വർഷം പൊടിശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് റോഡിലും മുറ്റത്തും ഒക്കെ വെള്ളം ഒഴിച്ചു വിടുന്നത് പതിവായിരുന്നു. ഇപ്പോൾ അതിനുള്ള സമയം ആയിട്ടില്ല. ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കും. മഴക്കാലമായാൽ ഒരു ചൂട് കട്ടൻ ചായക്കൊപ്പം മഴയൊക്കെ ആസ്വദിച്ചിരിക്കാൻ ഇഷ്ടമാണെങ്കിലും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ നിർത്താതെ പെയ്യുന്ന മഴയോട് ഒരു മടുപ്പ് തോന്നും അല്ലേ? മഴക്കാലമൊക്കെ കഴിഞ്ഞ് ഈ ഒരു സമയം ആകുമ്പോഴാണ് ഒന്ന് ആക്റ്റീവ് ആകാൻ പറ്റുന്നത്. വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ഇതുപോലെ ചെടിയൊക്കെ ഒന്ന് നട്ട് പരിചരിക്കാനും നല്ല നിലാവുള്ള രാത്രിയിലൊക്കെ ഒന്ന് പുറത്തിറങ്ങി നടക്കാനും കൊച്ചുവെളുപ്പംകാലത്തെ മഞ്ഞത്ത് പള്ളിയിലൊക്കെ പോകാനും ഒരു സന്തോഷമാണ് അല്ലേ? ഇനി ചൂടായാലോ വെള്ളത്തിൽ നിന്ന് കയറാനും നേരം ഉണ്ടാവത്തില്ല. ഇത്തവണ നമ്മുടെ കുറച്ച് മരങ്ങളും ചുറ്റുമുള്ളവർ അവരുടെ മരങ്ങളും ഒക്കെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും എങ്ങോട്ടോടി രക്ഷപ്പെടുമെന്ന് ആലോചിച്ചിരിക്കുവാണ് ഞങ്ങളും. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ലല്ലോ. ഇനി പുതിയ തൈകൾ വെച്ചാലും നമുക്ക് തണുപ്പും തണലും ഒക്കെ കിട്ടാനായിട്ട് എത്ര നാൾ കാത്തിരുന്നാലോ. റോഡിൽ നിന്നുള്ള പൊടിശല്യമൊക്കെ കുറയ്ക്കാനും മുറ്റത്ത് തണൽ കിട്ടാനും വേണ്ടിയിട്ട് അപ്പശായി ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഫ്രണ്ടിൽ ഒരു റംബൂട്ടാനും ഒരു പേരയും ഒരു മാവും നട്ട് വെച്ചിട്ടുണ്ട്. വേണ്ടത്ര സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ട് ഇച്ചിരി മുരടിപ്പാണ് കേട്ടോ. എന്നിരുന്നാലും മുറ്റം അടിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കും ഈ മുറ്റത്തേക്ക് താഴേക്ക് വളർന്നു നിൽക്കുന്ന കൊമ്പൊക്കെ ചാഞ്ഞു കിടക്കുന്ന കൊമ്പൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കണമെന്ന്. അങ്ങനെ കൈ കിട്ടിയ ഒരു അരിവാളൊക്കെ എടുത്ത് ഞാൻ പണി തുടങ്ങി. വെട്ടി തുടങ്ങിയപ്പോഴാണ് ഒരു പഴം പോലും മുറിക്കാനുള്ള ത്രാണി എൻ്റെ വീട്ടിലെ അരിവാളിനില്ല എന്ന് മനസ്സിലായത്. പിന്നെ വാക്കത്തി തന്നെ വേണ്ടി വന്നു. പണ്ടുണ്ടായിരുന്നെങ്കിലും വെട്ടാനും കുത്താനുമുള്ള ഒരു മെയ് വഴക്കം ഇപ്പോൾ എൻ്റെ ശരീരത്തിന് ഇല്ലാതിരുന്നുകൊണ്ട് എനിക്ക് ഇതൊരു ടാസ്ക്കായിരുന്നു. എന്നാലും അരഞ്ചും പുറഞ്ചും ഞാൻ വെട്ടി. ഇതിൽ മുഴുവൻ എട്ടുകാലി കൂടും വലയും ഒക്കെയാണ്. മുറ്റം വൃത്തിയാക്കുമ്പോൾ ദേഹത്തെല്ലാം തട്ടി എനിക്ക് ചൊറിഞ്ഞു തടിക്കും. അതാണ് വെട്ടാനുള്ള മെയിൻ കാരണം. മുറ്റത്ത് നോക്കിയാൽ ചെടി മാറ്റി നടിയിലും ക്ലീൻ ചെയ്യലുമൊക്കെ ആയിട്ട് ഒരുപാട് പണികളാണ് ചെയ്യാനുള്ളത് കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്ത കമ്പൊക്കെ ഞാൻ താഴത്തെ പറമ്പിലാണ് കൊണ്ടിട്ടത്. അപ്പോൾ താഴെ കുറച്ച് വാഴത്തൈയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അതിൽ വല്ലതും വീണിട്ടുണ്ടോ എന്നാണ് ഞാൻ എത്തി നോക്കുന്നത് കേട്ടോ. പക്ഷേ വെട്ടിയ കമ്പൊക്കെ കൊണ്ടിട്ടത് അമ്മച്ചിയുടെ ചീനിത്തയുടെ മുകളിലായിരുന്നു എന്ന് പിറ്റേ ദിവസമാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അപ്പച്ചയുടെ വാഴത്തൈകൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കൃഷിയുടെ കാര്യത്തിൽ രണ്ടുപേരും കൂടെ ഇച്ചിരി പോരാണ് കേട്ടോ. എന്നെ ഇറക്കി വിട്ടില്ല എന്നേ ഉള്ളൂ. പണിയെടുക്കാനുള്ള നല്ല മൂടൊക്കെ ആണെങ്കിൽ ദിവസവും രാവിലെയും വൈകുന്നേരവും മുറ്റം അടിച്ചു വാരും കേട്ടോ ഞാൻ. അങ്ങനെ അടിച്ചു വാരി പകുതി ആയപ്പോഴേക്ക് മഴ പെയ്യാനും തുടങ്ങി. മഴ നനയാതെ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ് കേട്ടോ ഇവന്. ഈ കാണുന്ന സ്പേസിലൊക്കെ ചെടി നട്ട് ഫില്ല് ചെയ്യാനുള്ളതാണ്. എനിക്ക് ചെടികളൊക്കെ കിട്ടുന്ന പോലെ അല്ലേ നട്ട് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ മഴ പെയ്തിട്ടുള്ള പൊടിമണമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം കൂടെ ഇവിടെ ഇരുന്നു കേട്ടോ. ഇനി ചായ കുടിക്കണം, കുളിക്കണം. അതിനു മുമ്പ് മഴ നന്നായിട്ട് പെയ്തില്ല എന്നുണ്ടെങ്കിൽ മഴ തോർന്നാൽ ബാക്കിയും കൂടി അടിച്ചു വാരി ക്ലിയർ ചെയ്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.